ഓണത്തിന് എല്ലാവരും ബിസി ആയിരിക്കും. സദ്യ ഉണ്ടാക്കാനും പായസം ഉണ്ടാക്കാനും ഗെയിംസ് കളിക്കാനും. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസ് പറഞ്ഞു തരാം ഓണം റിലേറ്റഡ്. ഓണസദ്യ എത്ര മണിക്ക് തുടങ്ങും? ഇതെങ്ങനെ നമ്മൾക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാം? വാട്ട് ടൈം വിൽ ദ ഓണം സദ്യ സ്റ്റാർട്ട്? ഓണസദ്യ എന്നും പറയാം, നിങ്ങൾക്ക് ഓണം ഫീസ്റ്റ് എന്നും പറയാം. സോ മച്ച് ബെറ്റർ ഇറ്റ് വുഡ് ബി ഓണസദ്യ. പായസം എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് എല്ലാവർക്കും കിട്ടിയോ എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? ഡിഡ് എവ്രി വൺ ഗെറ്റ് പായസം? സദ്യയിൽ കറി ഇനിയും വിളമ്പണോന്ന് ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കും? ഷുഡ് ഐ സെർവ് മോർ? സദ്യയിൽ ഏത് കറി ഇഷ്ടമായെന്ന് എങ്ങനെ ചോദിക്കും? വിച്ച് കറി ഡിഡ് യു ലൈക്ക്? ഞാനിവിടെ ഇൻ്റർവ്യൂവിനും സ്പോക്കൺ ഇംഗ്ലീഷിനും കമ്മ്യൂണിക്കേഷനും ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ എൻ്റെ നമ്പർ പ്രൊവൈഡ് ചെയ്യാം. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ഉണ്ട്, കോൾ ഇംഗ്ലീഷ് പഠിക്കാം. ഫോളോ ചെയ്യാൻ മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് എന്നെ നന്നായി സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ എൻ്റെ വീഡിയോ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷനും കൂടി ചെയ്യണം കേട്ടോ. ആ കറി ഒന്ന് പാസ് ചെയ്ത് തരാമോ? ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? Can you pass the curry from there? സദ്യക്ക് നല്ല രുചി ഉണ്ടായിരുന്നോ? ഇതെങ്ങനെ നമ്മൾ ഒരാളോട് ചോദിക്കും? ഈസ് ദ ഫീസ്റ്റ് ടേസ്റ്റി അല്ലെങ്കിൽ ഈസ് ദ സദ്യ ടേസ്റ്റി? ഇന്ന് എത്ര തരമുള്ള കറികൾ ഉണ്ടാക്കി? ഹൗ മെനി വെറൈറ്റീസ് ഓഫ് ഡിഷസ് ആർ പ്രിപ്പയർഡ് ടുഡേ? പൂക്കളത്തിന് ഡിസൈൻസ് കണ്ടുപിടിച്ചോ? അപ്പോൾ അത് പാസ്റ്റ് ആണ്, അപ്പോൾ നമ്മൾ ഡിഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഡിഡ് യു ഫൈൻഡ് ഡിസൈൻസ് ഫോർ ദ പൂക്കളം അല്ലെങ്കിൽ ഫ്ലവർ മാറ്റ് എന്നും പറയാം. ഒരു ഡിസൈൻ ആണെങ്കിൽ നമ്മൾ എ ഡിസൈൻ എന്ന് പറയും. ഒരു സ്പെസിഫിക് ഡിസൈൻ ആണെങ്കിൽ ദ ഡിസൈൻ എന്ന് പറയും. അപ്പം നമ്മൾ ഇങ്ങനെ ചോദിക്കാം, ഡിഡ് യു ഫൈൻഡ് ദ ഡിസൈൻ ഫോർ പൂക്കളം വി ടോക്ക്ഡ് അബൌട്ട്? ഞങ്ങളുടെ പൂക്കളം കണ്ടോ? ഇതെങ്ങനെ ചോദിക്കും? ഡിഡ് യു സീ അവർ പൂക്കളം? ഇന്ന് ആരാ സദ്യ ഉണ്ടാക്കിയേ? ഇത് നമ്മൾ എങ്ങനെ പറയും? ഹൂ പ്രിപ്പയർഡ് ടുഡേ സദ്യ? കുറച്ചുകൂടി ചോറ് വേണോ? ഇതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? ഡു യു വോണ്ട് സം മോർ റൈസ്? ബനാന ചിപ്സ് കിട്ടിയോ? ഇതെങ്ങനെ ചോദിക്കും? പാസ്റ്റിലാണ് ചോദിക്കേണ്ടത്. ഡിഡ് യു ഗെറ്റ് ബനാന ചിപ്സ്? നിങ്ങൾക്ക് ഏത് കറിയാണ് ഇഷ്ടപ്പെട്ടത് സദ്യയിൽ? വിച്ച് കറി ഈസ് യുവർ ഫേവറേറ്റ് ഇൻ ദ സദ്യ? ഓണാശംസകൾ ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ഹാപ്പി ഓണം അല്ലെങ്കിൽ ഓണം വിഷസ്. ഇനി ഞാൻ സദ്യ കഴിക്കാൻ പോട്ടെ കേട്ടോ.